നമസ്കാരം. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ. ഇന്നത്തെ ടോപ്പിക്ക് വേനൽക്കാല ഭക്ഷണം. ചുട്ടുപൊള്ളുന്ന വേനലാണ്. ഈ സമയത്ത് നമ്മെ പിടികൂടുന്ന രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കൂടുതലാണ്. ആഹാരത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം. മറ്റ് കാലാവസ്ഥകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വേനൽക്കാലം ഭക്ഷണത്തിൽ ഒത്തിരിയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കറക്റ്റ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് അടങ്ങിയ ഭക്ഷണം വേണമെന്നുള്ളതാണ്. വേനൽക്കാലത്ത് നമ്മുടെ ശരീരം കൂടുതൽ വിയർക്കുന്നതിലൂടെ ശരീരത്തിലെ ജലാംശം കൂടുതൽ നഷ്ടപ്പെടുകയും ശരീരത്തിലെ ന്യൂട്രിയൻസും ലവണങ്ങളും ഒക്കെ നഷ്ടപ്പെടും. ഇതിനെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. പ്രകൃതിദത്തമായ വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം, മോരിൻ വെള്ളം, കഞ്ഞിവെള്ളം ഇവയൊക്കെ കുടിക്കാം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിവക്കിൽ നിന്നൊക്കെ കിട്ടുന്ന വൃത്തിഹീനമായ അറ്റ്മോസ്ഫിയറിൽ നിന്ന് തയ്യാറാക്കുന്ന വെള്ളമൊക്കെ കുടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വെള്ളം കുടിക്കുന്നത് കൊണ്ടിട്ട് ഛർദി, മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും ശുദ്ധമായി തന്നെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇനി പൊരി വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് ഓർക്കണം ഉപ്പ് ചേർത്ത് വെള്ളം കുടിക്കാൻ. ഭക്ഷണം ഏറ്റവും കൃത്യവും ചിട്ടയും ഉള്ളതായിരിക്കണം. വലിയ ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കാതെ ചെറിയ ഭക്ഷണം ഇടവേളകളിട്ട് കഴിക്കണം. ഈ സമയം വേനൽക്കാലം അസിഡിറ്റി കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. അതുകൊണ്ട് ആ ഭക്ഷണത്തിന് ഒരു മിതത്വം വേണമെന്നുള്ളത്. ഇനി പ്രോട്ടീൻ അടങ്ങിയ ആഹാരത്തിന് മുൻഗണന കൊടുക്കണം. എന്നാൽ കൊഴുപ്പ് കുറച്ചിട്ടുള്ള പ്രോട്ടീൻ ആകണം എന്നുള്ളത്. ഇറച്ചി വർഗ്ഗങ്ങൾ, റെഡ് മീറ്റുകൾ, ബീഫ്, മട്ടൺ അതുപോലെയുള്ള ഇറച്ചി വർഗ്ഗങ്ങളും അതുപോലെ ഷെൽഫിഷ്, കക്ക, ഞണ്ട്, കൊഞ്ച് പോലെയുള്ള ഷെൽഫിഷസിൻ്റെ അളവ് നല്ലവണ്ണം കുറയ്ക്കണം. എന്നാൽ മത്സ്യം ഉൾപ്പെടുത്താം. അതുപോലെ കോഴി ഇറച്ചി കഴിക്കാം, മുട്ട കഴിക്കാം. മുട്ടയുടെ വെള്ള ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പയറുവർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നാരുകൾക്ക് മുൻഗണന കൊടുത്തിട്ടുള്ള ഭക്ഷണം വേണം. നാരുകൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ പച്ചക്കറികൾ, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇവയെല്ലാം. ദിവസവും ഒരു പച്ചക്കറി സാലഡ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. പഴങ്ങൾ നമ്മൾക്ക് ഈ ചൂടുകാലത്ത് ഏറ്റവും വേണ്ടതാണ്. പഴങ്ങൾ നാരുകൾ പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ വിറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് ആവശ്യത്തിന് ലഭ്യമാവുകയും ചെയ്യും. തണ്ണിമത്തൻ, മാതളം, തക്കാളി, മാമ്പഴം, പൈനാപ്പിള് ഇതെല്ലാം ഏറ്റവും ഗുണകരമാണ്. ഇത് ശരീരം തണുപ്പിക്കുന്ന പഴങ്ങൾ കൂടിയാണ്. ഈ ദിവസം 2 നേരമെങ്കിലും പഴങ്ങൾ കഴിക്കുക. പച്ചക്കറികൾ ദിവസം 3 നേരം ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണകരമാണ്. ഇനി ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയുണ്ടെന്നുള്ളത്. കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, എണ്ണയിൽ വറുത്തു പൊരിച്ച ആഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങൾ, ബേക്കറി ഫുഡ്സുകൾ, കോള പാനീയങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അതുപോലെ തന്നെ അധികമായിട്ട് എരിവ്, പുളി, മസാല ചേർന്ന ആഹാരം, ബിരിയാണി പോലെയുള്ള കൊഴുപ്പ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത ആഹാരങ്ങൾ, അതുപോലെ ബിസ്ക്കറ്റ്സ്, കുക്കീസ്, അധികം മധുരം ചേർത്തിട്ടുള്ള മിഠായികൾ, ചോക്ലേറ്റ് ഇതെല്ലാം തീരെ കുറച്ച് വെക്കാൻ ശ്രമിക്കണം. ഇനി അമിതമായിട്ട് ചായയും കാപ്പിയും നല്ലതല്ല ചൂടുകാലം. കാപ്പിയിൽ കഫീൻ കണ്ടന്റ് കൂടുതലാണ്. കഫീൻ ഡയൂററ്റിക്സ് ഇഫക്റ്റ് തരുന്നതാണ്. ഡയൂററ്റിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ യൂറിൻ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാപ്പി അളവ് തീരെ കുറയ്ക്കുക, ചായയാണേലും. എന്നാൽ ഇതിന് പകരം ഫ്രൂട്ട് ജ്യൂസുകളും അതുപോലെ തന്നെ ഉപ്പ് തീരെ കുറച്ചിട്ടുള്ള പച്ചക്കറി ജ്യൂസുകളും ഉൾപ്പെടുത്താവുന്നതാണ്. പച്ചക്കറി സൂപ്പായിട്ട്. പ്രോസസ്സ് ചെയ്തെടുത്ത ഭക്ഷണങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മൈദയുടെ കണ്ടന്റ് കൂടുതലാണ്. അതിൻ്റെ ഉപയോഗം കുറച്ച് വെക്കണം. ഇനി വ്യായാമം ഏറ്റവും വേണ്ടതാണെങ്കിൽ കൂടി അമിതമായിട്ടുള്ള വ്യായാമം വേണ്ട. വ്യായാമത്തിന് തിരഞ്ഞെടുക്കുന്ന സമയവും പ്രത്യേകം ശ്രദ്ധിക്കണം. കാലത്തും വൈകുന്നേരവും ആണെങ്കിൽ നല്ലത്. 11 തൊട്ടിട്ട് 4 മണി വരെയുള്ള സമയം അമിതമായിട്ട് ചൂടുള്ള സമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങി വ്യായാമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നല്ല വ്യക്തി ശുചിത്വം അത്യാവശ്യമാണ്. ദിവസം 2 നേരം കുളിക്കുക, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഭക്ഷണകാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ഈ ചൂടുകാലം നമ്മൾക്ക് ആരോഗ്യപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം.